ഹായ് ഡിയർ ഓൾ, എല്ലാവർക്കും ഇൻഗ്രീഡിയൻസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കവിത സുനിൽദത്ത്. ഞാൻ വീട്ടിൽ ചെയ്യുന്ന ചെറിയ ചെറിയ റെസിപ്പീസുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇന്ന് മുളക് കല്ലിലരച്ച് കൊഞ്ച് മുളക് തേങ്ങാപ്പാൽ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. 3 സബോള ഇടത്തരം വലുപ്പത്തിൽ, ഒരു 10-15 ചെറിയുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 12 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, കറിവേപ്പില, കൊടംപുളിയാണ് നമുക്ക് വേണ്ടത്, ഒരു 3 ചുള, മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക്, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമ്മൾ മുളക് പൊടിയല്ല ഇവിടെ ചേർക്കുന്നത്, മുളക് കല്ലിലരച്ചാണ് ചേർക്കുന്നത്. അതുതന്നെയാണ് ഈ കറിയുടെ ഹൈലൈറ്റ്. നമ്മളൊരു കാശ്മീർ മുളക് 15 എണ്ണം, നല്ല എരിവുള്ള മുളക് ഒരു 7 എണ്ണം. ഇത് കൊഞ്ച് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരച്ചെടുക്കാൻ പറ്റും. മുളക് കല്ലിലരച്ച് വെക്കുന്ന മീൻകറിക്ക് ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഇനി നമുക്കൊരു ഇടത്തരം തേങ്ങ മുഴുവനായും വേണം. അതിൻ്റെ 1-ാം പാലും എടുക്കണം, 2-ാം പാലും എടുക്കണം. പിന്നെ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ തന്നെയാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്, എന്നാലേ നമുക്കതിൻ്റെ തനതായിട്ടുള്ള രുചി കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് കൊഞ്ച് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലൊരു കത്രിക ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അത് കത്രിക വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എളുപ്പമുണ്ട്. വാലിൻ്റെ ഭാഗം ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് വലിച്ചാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. ഇനി ഇതിന് പ്രത്യേകമായിട്ട് ഇതിൻ്റെ തലയുടെ ഉള്ളിലൊരു കറുത്ത ഒരു സഞ്ചി പോലെ ഒരു ഒന്നുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വലിച്ച് കളയണം. എന്നാൽ അതിൻ്റെ തൊട്ട് പുറകിലുള്ള ആ മഞ്ഞ കളറിലെ അത് കളയുകയും ചെയ്യരുത്. അതിന് നമ്മൾ പൊന്നെന്നാണ് പറയുന്നത്. അതാണ് കൊഞ്ചിന് രുചി തരുന്നത്. അത് കഴുകുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് കഴുകിയെടുത്താൽ മതി. പിന്നെ നമ്മൾ ചെമ്മീൻ്റെയൊക്കെ പോലെ തന്നെ അതിൻ്റെ പുറകിൽ നൂലുണ്ട്. നമ്മളത് ജസ്റ്റ് ഒന്ന് വലിച്ചു കളയണം. ഇപ്പം നമ്മൾ കൊഞ്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ തല സെപ്പറേറ്റ് ആയിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴോട്ടുള്ള ഭാഗം 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും വിനാഗിരിയും ഒഴിച്ച് കഴുകിയെടുത്താണ്. പിന്നെ തലഭാഗം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ പൊന്നൊന്നും പോകാതെ തന്നെ എടുത്തിട്ടുണ്ട്. അത് വെന്ത് കഴിയുമ്പോൾ അത് നന്നായിട്ട് ഉറച്ചോളും. കൊഞ്ച് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് മുളക് ഞാൻ വെള്ളത്തിൽ ഇട്ടാണ്. ഇപ്പം നന്നായിട്ട് അത് കുതിർന്നിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് അരച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇപ്പോൾ കരകലില്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ ചെറിയ ജാറിലിട്ടാണെങ്കിലും അരച്ചെടുക്കാം. നമ്മളിപ്പം അരച്ച് തുടങ്ങുമ്പോൾ ഇതിൽ ചെറിയ അരിയൊക്കെ കാണും. പക്ഷേ അത് കിടന്നോട്ടെ, കുഴപ്പമില്ല. അത് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പണ്ടുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ കല്ലിൽ അരച്ചേനല്ലേ കറികളൊക്കെ വെച്ചിരുന്നത്. അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ ഈ കറി വെക്കാനും ഒരു കാരണമുണ്ട്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പായ്ക്ക് ഇതുപോലെ എല്ലാം മസാലയാണേലും മുളകാണേലും കല്ലിൽ അരച്ച് വെക്കുന്ന കറികളായിരുന്നു ഇഷ്ടം. അപ്പോൾ ഇതുപോലെ മാർക്കറ്റിൽ നിന്നാണ് മീനൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത്. ഇത് വർഷത്തിലൊരിക്കലായിരിക്കും നമുക്കിങ്ങനെ വെള്ളം കയറുന്ന സമയത്ത് വല്ലപ്പോഴും ഈ കൊഞ്ച് കിട്ടുന്നത്. അപ്പോൾ അത് ഈ രീതിയിലാണ് കറി വെക്കാറ്. അപ്പോൾ ഇങ്ങനെ ഇത് കിട്ടിയപ്പോൾ ഇങ്ങനെ കറി വെക്കാമെന്നും അങ്ങനെ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാമെന്നും വിചാരിച്ചത് അതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ അരച്ച് കഴിഞ്ഞു. ഇപ്പം ആ കല്ല് കഴുകിയ വെള്ളം നമ്മൾക്ക് എടുക്കുവാണ്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നു. ബാക്കി ഉലുവ നമ്മളൊരു ചെറിയ പാനിലിട്ട് എണ്ണയൊന്നും ഒഴിക്കേണ്ട, ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറി വാങ്ങുന്ന സമയത്ത് അതിൻ്റെ മേളിലൊന്ന് തൂവാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ കടുക് ഇട്ടു. കടുക് പൊട്ടി തുടങ്ങി. ഇനി നമ്മളതിലേക്ക് സബോളയും ഉള്ളിയും അരിഞ്ഞ് ചേർക്കുവാണ്. നമുക്കത് കൂടുതലായിട്ട് തോന്നും, പക്ഷേ അത് വാടി വരുമ്പം കറക്റ്റാവും.
പച്ചമുളക് നമ്മളിട്ട് കൊടുക്കാം, അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അല്പം ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സബോള പെട്ടെന്ന് വാട്ടിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലയാണ്, കരിയായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ തണ്ടും കൂടെ നമുക്ക് ഒടിച്ചു കൊടുക്കാം, അത് നല്ല ടേസ്റ്റാണ്. അപ്പം നന്നായിട്ട് തന്നെ വാടി തുടങ്ങി. ഉലുവായും ചെറുതായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുപ്പങ്ങ് ഓഫ് ചെയ്തിടാം. ഇപ്പോൾ സബോള നന്നായിട്ട് തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ച മുളക് വെള്ളവും കൂടെ ചേർത്തിട്ട്, നമ്മൾ അരച്ച് ഇപ്പോൾ എടുത്ത വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് നമ്മളത് വഴറ്റാം. ഇതിലേക്ക് നമ്മളൊരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ എണ്ണ തെളിയുന്നിടം വരെ നമ്മളത് വഴറ്റി എടുക്കണം. ഇപ്പം ഏകദേശം നന്നായിട്ട് തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. നമ്മളൊരു കുറച്ച് ക്ഷമയോടുകൂടി തന്നെ അത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഈ പരുവത്തിൽ 2ാം പാൽ ഒഴിക്കുകയാണ്. ഈ സമയത്ത് നമുക്കതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. അല്പം ഉപ്പ് കുറവായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ചേർക്കുവാണ്. നമ്മൾ സബോള വഴറ്റാൻ നേരം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. വളരെ ശ്രദ്ധിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്, കൂടിപ്പോകാതെ നോക്കണം. ആ കൂട്ടത്തിൽ കുടംപുളിയും കൂടെ ചേർക്കുകയാണ്. ഇത് കഴുകി വെച്ചിരുന്നതുകൊണ്ട് ഞാൻ ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിക്കുകയാണ്. ഇപ്പം ഉപ്പ് ഏകദേശം കറക്റ്റായിട്ടുണ്ട്, നല്ല പുളിയുമുണ്ട്. ഇപ്പം തിളച്ച് തുടങ്ങി. ഇനി നമുക്ക് കൊഞ്ച് ആഡ് ചെയ്യാം. തല നമ്മൾ പ്രത്യേകം മാറ്റി വെച്ചതാണ്, പൊന്നൊന്നും പോകാതെ തന്നെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പം അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് 2ാം പാൽ ഏകദേശം വറ്റുന്ന പരുവാകുമ്പം നമുക്ക് 1ാം പാൽ ചേർക്കാം. കൊഞ്ചിനും ചെമ്മീനും ഒന്നും അധികം വേവില്ല, ഒരു 5-6 മിനിറ്റ് മതിയാവും. ഏകദേശം വറ്റി വരുന്നുണ്ട്. ആ സമയം ഞാൻ ഇച്ചിരി കപ്പ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം ഏകദേശം തന്നെ വറ്റിക്കഴിഞ്ഞ്. ഇനി നമുക്ക് 1ാം പാൽ ചേർക്കാം. അതിലേക്ക് നമ്മളൊരു പച്ചമുളക് മാറ്റി വെച്ചിരുന്നതൊന്ന് കീറി ഒന്ന് ഇട്ടേക്കാം. പിന്നെ നമ്മൾ ഉലുവ പൊടിച്ച് വെച്ചതും കൂടെ ഒന്ന് തൂവിയേക്കാം. ഇപ്പോൾ കറി ഏകദേശം റെഡിയായി കഴിഞ്ഞു. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് നമ്മൾ തിളയ്ക്കേണ്ട. ഉലുവയുടെ അളവ് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഒരു കൈപ്പരസം ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ ചട്ടി ഒന്ന് നന്നായിട്ട് ചുറ്റിച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൊഞ്ച് മുളക് തേങ്ങാപ്പാൽ കറി റെഡിയായി കഴിഞ്ഞു. ആ കൂട്ടത്തിൽ തന്നെ അല്പം കപ്പ കുഴച്ചതും ചോറും റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും വിളമ്പി കൊടുത്തു. കപ്പയായിട്ടും ചോറുമായിട്ടും ഒക്കെ എല്ലാവരും കഴിച്ചു, ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് അല്പം ചോറിൻ്റെ കൂടെ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നല്ല കളറും മുളകിൻ്റെ നല്ല കളറുണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇതാ കുഞ്ചിൻ്റെ തലഭാഗമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പൊന്നെന്ന് പറഞ്ഞ ആ ഒരു ഭാഗമാണിത്. അത് ഇപ്പോൾ നന്നായിട്ട് തന്നെ ഉറച്ചിട്ടുണ്ട്.
ഞാൻ അല്പം ഒന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല പുളിയും ഉപ്പും എരിവും ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. ആ മുളക് അരച്ച് വെച്ച കറിയുടെ ഒരു സ്വാദ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഡിയർ ഓൾ. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബി ഹാപ്പി, സ്റ്റേ പീസ്ഫുൾ ആൻഡ് ടേക്ക് കെയർ. ബൈ.